വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗം. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴൊക്കെ ഈശോ ഉപമകൾ വഴിയാണത് പഠിപ്പിക്കുക. സാധാരണ ജനങ്ങൾക്ക് ഗ്രഹിക്കത്തക്ക വിധത്തിലാണ് അവിടുന്ന് വചനം പഠിപ്പിച്ചതും വചനം വ്യാഖ്യാനിച്ചതുമൊക്കെ. ദൈവരാജ്യം എന്ന് പറയുക വിത്തിന് സമാനമാണ്. അത് വിതച്ച് മുളയെടുത്ത് കതിരുകളായി ധാന്യമായി അനുഗ്രഹമായിട്ട് മാറുന്നു. കർഷകൻ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴുമൊക്കെ വിത്ത് അതിൻ്റെതായ ധന്യത പ്രകടിപ്പിക്കുന്നുമുണ്ട്. വീണ്ടും അവിടുന്ന് കൂട്ടിച്ചേർക്കുന്നു, സ്വർഗരാജ്യം കടുകുമണിക്ക് തുല്യമാണ്. വളരെ ചെറുതാണ് കാഴ്ചയിലെങ്കിലും അത് വളർന്നു കഴിയുമ്പോൾ പടുവൃക്ഷമായിട്ട് മാറുകയും ഒരുപാട് പേർക്ക് തണലായി ആശ്രയമായിട്ടത് മാറുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ദൈവികതയും അപ്രകാരം തന്നെയാണ്. ചെറിയ വിശ്വാസം, ചെറിയ ജീവിതാനുഭവം നമുക്ക് സമ്മാനമായി ലഭ്യമായത്, പാരമ്പര്യമായിട്ട് കിട്ടിയത്, അറിവുള്ളവർ പകർന്നത്, അങ്ങനെ വ്യത്യസ്തമായ ഇടങ്ങളിൽ കിട്ടിയ വിശ്വാസത്തെ നാമൊക്കെ ഇന്ന് ഏറ്റവും നന്മയിൽ വളവും ജലവും കൊടുത്തുകൊണ്ട് വളർത്തി അത് ഒരുപാട് പേർക്ക് തണലാകുമ്പോൾ മാത്രമാണ് അത് അനുഗ്രഹമായിട്ട് മാറുക. എൻ്റെ വിശ്വാസം എനിക്ക് വേണ്ടി മാത്രമുള്ളതായി മാറരുത്. ഞാനാകുന്ന വ്യക്തി ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരുപാട് പേർക്ക് അനുഗ്രഹമാകുമ്പോൾ, ഒരുപാട് പേരെ ദൈവത്തെങ്കിലേക്ക് ചേർക്കുവാനുള്ള കണ്ണിയായി മാറുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അനുഗ്രഹമായിട്ട് മാറുക. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തോട് കൂടെയാവാം. ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് നാം സ്വീകരിച്ച ദൈവികതയും നന്മയും ഒക്കെ അവരിന് കൈമാറിക്കൊണ്ട് ഒരു നന്മമരമായി മാറുവാൻ, ആ നന്മമരത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരെയും സ്വീകരിച്ചുകൊണ്ട് നമ്മളിലാവും വിധമൊക്കെ അവരെ ഒന്ന് പരിഗണിക്കുവാൻ, അവരെ ശുശ്രൂഷിക്കുവാൻ, സഹായിക്കുവാൻ, അതിനപ്പുറത്തേക്ക് പ്രാർത്ഥനാ മനോഭാവമായിട്ട് കടന്നു പോകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.